Namaste. Today I would like to talk about Kerala government പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വയോജനക്ഷേമ വകുപ്പിനെ പറ്റി ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. കേരള സർക്കാരിൻ്റെ വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം വളരെ പുരോഗമനപരമായിട്ടുള്ള തീരുമാനമാണ്. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. ദേശീയ തലത്തിലും ഇതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും വികസിത രാജ്യങ്ങളിലേക്കുള്ള ഒരു പോളിസിയിലേക്കുള്ള വരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് പോലും ഇതൊരു മോഡലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീരുമാനം, കേരള സർക്കാരിൻ്റെ തീരുമാനത്തെ ഞാൻ വളരെ ഹാർദവമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വയോജന ക്ഷേമ വകുപ്പ് എന്നുള്ളത് അത് നമ്മളൊരു ക്ഷേമത്തെ പറ്റിയല്ല പറയുന്നത്, വയോജനങ്ങളുടെ റൈറ്റിനെ പറ്റിയാണത്. അപ്പോൾ ആ റൈറ്റിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വയോജനങ്ങളുടെ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഓൾഡർ പീപ്പിൾ എന്നൊരു ബില്ല് വന്നിട്ട് വേണം ഈ മിനിസ്ട്രിയുടെ ബാക്ക് ബോൺ ആയിട്ട് വരാനുള്ളത്. അതിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ പോളിസി ലെവൽ പല കാര്യം ചെയ്യാനുണ്ട്. ഈ ഏജിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏജിങ്ങിനെ പറ്റിയുള്ള പല ധാരണകളും പഴയ ധാരണകളാണ്. ഇതിനെല്ലാം നമ്മളൊന്ന് പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഏജിങ്ങും ലോ റിലേറ്റഡ് പല കാര്യങ്ങളും പൊളിച്ചെഴുതേണ്ടി വരും. അതുപോലെ സോഷ്യൽ നോംസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എൽഡർലി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ചാരിറ്റി. സോഷ്യൽ വെൽഫെയർ അപ്രോച്ച് അല്ല, വി ഷുഡ് മൂവ് ഫ്രം വെൽഫെയർ അപ്രോച്ച് ടു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻഷുറിങ് ദ റൈറ്റ് ഓഫ് എൽഡർ പേഴ്സൺസ് സെൽഫ് റെസ്പെക്റ്റോടുകൂടിയും സ്വയം ബഹുമാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കുട്ടികളുടെ സ്വന്തം മക്കളുടെ പേരിലാണെന്ന് പറഞ്ഞ് സർക്കാരിന് ഒഴിവാകാൻ സാധ്യത കുറവാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഓരോ വ്യക്തിയും അവൻ്റേതായ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള അവരുടേതായ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടത്. ദാറ്റ് ഇസ് ക്ലിയർലി എ ഷിഫ്റ്റ് ഫ്രം വെൽഫെയർ ഓറിയൻറ്റഡ് എൽഡർലി പ്രോഗ്രാമിൽ നിന്ന് ഒരു റൈറ്റ് ബേസിലേക്ക് മാറാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. നമ്പർ 2, എൽഡർലി പേഴ്സൻ്റെ സെൽഫ് റെസ്പെക്റ്റും അതിനെ ആണ് ഈ നിയമം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തുള്ളത് ഈ എൽഡർലിൻ്റെ റീഹാബിലിറ്റേഷൻ, അവരുടെ റെസ്പോൺസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എൽഡർലി ഓൾഡ് ഏജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതൊരു സ്പെക്ട്രം ഓഫ് സപ്പോർട്ടാണ് വേണ്ടത്. ഒരു നമ്മൾ ഏജിങ് എന്ന് പറയുമ്പം ആക്ച്വലി ഏജിങ് ബെയിൻസ് ഫ്രം ദ ഡേ യു ആർ ബോൺ. അപ്പം പല ലൈഫ് സൈക്കിളിലാണ് ഏജിങ് റിലേറ്റഡ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ഈ ഏജിങ്ങും നമ്മുടെ റിട്ടയർമെൻറ്റുമായിട്ടൊരു കണക്ഷനുണ്ട്. പക്ഷേ ആ കണക്ഷൻ ഒരു ഇമാജിനറി കണക്ഷനാണ്. നമ്മൾ റിട്ടയർമെൻറ്റ് ഏജിനെ തീരുമാനിച്ച് ലൈഫ് എക്സ്പെക്റ്റൻസി വഴിക്കാണ്. ഇപ്പം കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി സോക്കോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഒരു 20 ഇയേഴ്സിൻ്റെ സോളിഡ് ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസിനുള്ളത്. അപ്പോൾ ആ ലൈഫ് എക്സ്പെക്റ്റൻസി എങ്ങനെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ഈ വയോജന ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഓർ കമ്മിങ് സബ്സിഡറി, ഹൗ ടു പ്രൊമോട്ട് സോഷ്യൽ കണക്ഷൻ. ആ സോഷ്യൽ കണക്ഷനാണ് ഹെൽത്തി ഏജിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ കണക്ഷൻ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇതാണ് നമ്മുടെ പോളിസി ആൻഡ് പ്രോഗ്രാം ചലഞ്ചസിൽ കേരള ഗവൺമെൻറ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന്, ഈ വയോജനങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെ പറ്റി ഒരു സർക്കാരിനൊരു പോളിസി ഉണ്ടായിരിക്കണം. വയോജനങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, ആ കാഴ്ചപ്പാട് ബേസിക്കലി വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, എൻഷുർ ചെയ്യുക, ഇതായിരിക്കണം എഗെയിൻ ഈ മിനിസ്ട്രിയുടെ ഒരു ഉത്തരവാദിത്വം വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പുതിയ മിനിസ്ട്രി അവർക്കൊരു ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഏജിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു വിഷൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വീക്ഷണത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഉണ്ടാകണം. അത് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട പഞ്ചായത്തുകളിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ വീണ്ടും പഞ്ചായത്തുകളിൽ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെ വയോജനങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് മാത്രം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിരിക്കണം. 2, ഓരോ പഞ്ചായത്തിലും വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കണം. WHO ഒരു വയോജന സൗഹൃദ സൊസൈറ്റി ആക്കി മാറ്റാനുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും വയോജന സൗഹൃദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നൊരു ബോർഡ് വെക്കാൻ മാത്രമുള്ള ഒരു ആർജവമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറിയിരിക്കണം.
അതുപോലെ കേരള ഗവൺമെൻറ് ഷുഡ് ഡിക്ലെയർ കേരള ആസ് ദ ഫസ്റ്റ് ഏജ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ളത്. അതിൻ്റേതായ നടപടികളായിരിക്കണം ആദ്യമായിട്ട് കേരള സർക്കാർ ചെയ്യാനുള്ളത്, ബേസ്ഡ് ഓൺ കേരള എൽഡർലി റൈറ്റ്സ് ബിൽ എന്നുള്ളത്. നമ്മൾ വയോജനങ്ങളെപ്പറ്റി നോക്കുമ്പം അവരുടെ ഡേറ്റ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയ തലത്തിൽ വയോജനങ്ങളുടെ മൊത്തം നമ്പർ കുറവാണ്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് നോക്കുമ്പോൾ കേരള സ്റ്റേറ്റ് വയോജനങ്ങളുടെ നമ്പറിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ അത് നമ്മൾ പഞ്ചായത്ത് നോക്കുമ്പോൾ പല പഞ്ചായത്തുകളിലും വയോജനങ്ങളുടെ നമ്പർ സൂപ്പർ ഏജിങ് സൊസൈറ്റിയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് വയോജനങ്ങളെ പറ്റിയുള്ള കോംപ്രിഹെൻസീവ് ഡേറ്റ പഞ്ചായത്ത് ലെവലിലുണ്ടായിരിക്കണം. കേരളം അഭിമാനത്തോടെ പറയണം കേരളം ഒരു വയോജന സൗഹൃദ സ്റ്റേറ്റ് ആണെന്നുള്ളത്. കേരളം ഒരു വൃദ്ധസദനമാണെന്ന് സംസാരത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ വളരെ പ്രോഗ്രസീവായിട്ട് കാണുന്നത്. അത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ടാണ് കാണേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ 60+ പോപ്പുലേഷൻ ഒരു സിഗ്നിഫിക്കൻ്റ് നമ്പറായിട്ട് ഉയർന്നിരിക്കുന്നു. അവർ കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അൺടാപ്ഡ് റിസോഴ്സസാണ്. അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യാമെന്നുള്ളതായിരിക്കണം പുതിയ ഈ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കേരളത്തിലെ വയോജനങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സർക്കാരും സംവിധാനങ്ങളും ആയിരിക്കും ഈ മോഡൽ കേരളത്തിൽ എങ്ങനെ വയോജനങ്ങളോടുള്ള റെസ്പോൺസിൻ്റെ ആ കേരള മോഡൽ ഫോർ ഏജ് റെസ്പോൺസിന് അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടും ശ്രദ്ധപ്പെടേണ്ടതായിട്ടും ഒരു സംവിധാനമായിട്ടാണ് വരുന്നത്. അത് ഞാൻ ഹാർദവമായിട്ട് സ്വീകരിക്കുന്നു. അതിനെ വെൽക്കം ചെയ്യുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു.